അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡയോഡ്സിനെ കുറിച്ചിട്ടാണ്. A diode is two-terminal electronic component that conducts current primarily in one direction. It has low resistance in one direction and high resistance in the other direction. അതായത് നമ്മൾ പി എൻ ജംഗ്ഷനെ കുറിച്ചിട്ട് പറഞ്ഞു. സെമി കണ്ടക്ടറിലെ പി എൻ ജംഗ്ഷൻ, അതായത് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എന്താണ് ഒരു ഡിവൈസാണ് പി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പി എൻ ജംഗ്ഷൻ തന്നെയാണ് എന്ത് പറയുക, ഈ ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡിൻ്റെ സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. അത് പറഞ്ഞു രണ്ട് ടെർമിനൽ ഉണ്ടാവും പറഞ്ഞു. അതിലത്തെ പോസിറ്റീവിനെ ആനോഡ് എന്നും നെഗറ്റീവിനെ കാഥോഡ് എന്ന് പറയുന്നു. ആ സിമ്പിൾ ശ്രദ്ധിക്കുക. സിമ്പിൾ വരയിട്ട ഭാഗത്തെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. താഴത്തോട്ട് വെർട്ടിക്കലായിട്ട് വരയുള്ള ആ ഭാഗത്തെയാണ് നെഗറ്റീവ് സൈഡായിട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ സൈഡ് പോസിറ്റീവ്. അതിൻ്റെ സിമ്പിൾ നമ്മൾ ഡിവൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിവൈസിൻ്റെ പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ആ ഡിവൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വര കാണും. ആ ഡിവൈസിൽ ആ വരയുള്ള ഭാഗമായിരിക്കും എന്ന് പറയുന്നത് കാഥോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഒരു ദിശയിലേക്ക് മാത്രം വൈദ്യുതി കടത്തിവിടുന്ന ഉപകരണമാണ് ഡയോഡ്. സിലിക്കോൺ, ജർമ്മേനിയം തുടങ്ങിയ സെമി കണ്ടക്ടറുകൾക്ക് ചാലകത കുറവാണ്. ഇവയുടെ ചാലകത വർദ്ധിപ്പിക്കാനായി പുറത്തു നിന്നും മറ്റു പല ആറ്റങ്ങളെ ചേർക്കുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഡോപ്പിംഗ് എന്താണെന്ന്. അതായത് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു ആറ്റങ്ങളെ ആഡ് ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പെൻറ്റാവാലൻ്റ് ആഡ് ചെയ്യും, ട്രൈവാലൻ്റ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഒരു സെമി കണ്ടക്ടറിൻ്റെ ഒരു വശത്ത് ഡോപ്പിംഗ് നടത്തി എൻ ടൈപ്പും മറുവശത്ത് പി ടൈപ്പ് സെമി കണ്ടക്ടറും ആക്കിയാൽ അതൊരു പി എൻ ജംഗ്ഷൻ അഥവാ ഡയോഡ് ആയി. ഡയോഡിന് രണ്ട് ടെർമിനലുകളുള്ളത്. നേരത്തെ പറഞ്ഞ ആനോഡും കാഥോഡും. ആനോഡ്, കാഥോഡ് എന്നിവയാണ് രണ്ട് ടെർമിനലുകൾ. ഇതിൽ ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ് ആണ്. ആ സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഡയോഡിൽ കൂടി വൈദ്യുതി കടത്തിവിടുന്ന പ്രക്രിയയാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. ആ ഡയോഡിലൂടെ നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ആ സപ്ലൈ കൊടുക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഒരു ഡയോഡിൽ രണ്ട് രീതിയിൽ ബയാസ് ചെയ്യാം: ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ്. ഫോർവേഡ് ബയാസിംഗ്. ഇപ്പോൾ സർക്യൂട്ട് നോക്കാം. ഒരു ഫോർവേഡ് ബയാസിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ആ പോസിറ്റീവ് നെഗറ്റീവ് രീതിയിലുള്ള ഒരു വോൾട്ട് സോഴ്സ്, ഇത് പറയുന്നത് ഒരു സ്വിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡയോഡ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു LED, അത് കഴിഞ്ഞിട്ട് ഒരു റെസിസ്റ്റൻസ്. ഇത്രയാണ് ആ സർക്യൂട്ടുള്ളത്. ഇപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് നേരെ അടുത്ത LED ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെയുണ്ട്. LED കറണ്ട് കടന്നിട്ട് ഡയോഡിലൂടെ കറണ്ട് പാസ് ചെയ്യുകയും അത് LED എത്തുകയും ചെയ്യും. റിവേഴ്സിംഗ് ബയാസിംഗ്. റിവേഴ്സിംഗ് ബയാസിംഗ് ആകുമ്പോൾ വോൾട്ടേജ് സോഴ്സിൻ്റെ പോസിറ്റീവ് ഡയോഡിൻ്റെ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നേരെ ഓപ്പോസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ളതിനാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി വിശദമായിട്ട് നോക്കാം. VI കാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. VI കാരക്ടറിസ്റ്റിക്സ് പറയുന്നത് വോൾട്ടേജ്, കറൻറ്റ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ അതിലൂടെ സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും അതിലൂടെ ഒഴുകുന്ന കറൻറ്റും തമ്മിലുള്ള കാരക്ടറിസ്റ്റിക്സാണ് VI കാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വോൾട്ട് ആംപിയർ characteristics of a PN junction or semiconductor diode is the curve between voltage across the junction and the current through the circuit. ഇപ്പോൾ ജംഗ്ഷനിലുള്ള വോൾട്ടേജും ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടും തമ്മിലുള്ള കർവിനെയാണ് എന്ത് പറയുന്നത്, VI കാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രത്തോളം വോൾട്ടേജ് കൊടുക്കുമ്പോൾ എത്ര കറണ്ട്, അങ്ങനെ തുടങ്ങിയ തമ്മിലുള്ള ആനുപാതികം കാണിച്ചിട്ടുള്ള ആ കർവിനെയാണ് VI കാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Normally the voltage is taken along the x-axis and current along the y-axis. ഇപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, x-ആക്സിസിൽ എടുക്കുന്നു. നമുക്കറിയാം ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് അവിടെ x-ആക്സിസ് ഉണ്ടാവും, y-ആക്സിസ് ഉണ്ടാവും. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നതിനെ
എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കലായിട്ട് കുത്തിനായിട്ട് വരയ്ക്കുന്നതിനെ വൈ ആക്സിസ് എന്ന് പറയുന്നു. ഇവിടെ വോൾട്ടേജ് എടുത്തത് ഇതിലാണ് എക്സ് ആക്സിസ്, ഹൊറിസോണ്ടലായിട്ട് വോൾട്ടേജ് എടുക്കുന്നു. വെർട്ടിക്കലായിട്ട് വൈ ആക്സിസിലോ കറൻറ്റും എടുക്കുന്നു. അതിനുള്ള ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. 0.1 0.2 തുടങ്ങിയ വോൾട്ടേജാണ്. 50 100 150 എന്നൊക്കെ പറയുന്നത് എന്താണ് കറൻറ്റിലാണ് കാണിച്ചത്. The characteristics can be explained under 3 cases such as zero bias, forward bias, reverse bias. അതായത് നമ്മൾ കാരക്ടറിസ്റ്റിക്സ് 3 കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യാം. നേരത്തെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പറഞ്ഞു. പിന്നെന്താ സീറോ ബയാസും ഉണ്ട്. സീറോ ബയാസ് എന്താ സപ്ലൈ ഒന്നും കൊടുക്കാത്തുള്ള കണ്ടീഷനാണ് സീറോ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ സീറോ ബയാസ് ഉണ്ട്, ഫോർവേഡ് ബയാസ് ഉണ്ട്, റിവേഴ്സ് ബയാസ് ഉണ്ട്. കേസ് 1 സീറോ ബയാസ്. In zero bias condition, no external voltage is applied to the PN junction. Therefore, the circuit current is zero at V equal to 0. V as indicated by point O in figure. എന്താ ഒരു എക്സ്റ്റേണൽ സോഴ്സും കണക്ട് ചെയ്യാത്ത ഉള്ള കണ്ടീഷനാണ് സീറോ ബയാസ് എന്ന് പറയുന്നത്. ഒരു സപ്ലൈ വോൾട്ടേജ് ഒന്നുമില്ല, അതിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. അപ്പോൾ ഉള്ള വോൾട്ടേജ് പി എ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? സീറോ തന്നെ ആയിരിക്കും. അതായത് ഇതിൻ്റെ സെൻറ്റർ ഓ കാണിച്ചിരിക്കുന്നതാണ് സീറോ ബയാസ് എന്ന് പറയുന്നത്. കേസ് 2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്. ഇൻ ഫോർവേഡ് ബയാസർ കണ്ടീഷൻ പി ടൈപ്പ് ഓഫ് ദി പി എൻ ജംഗ്ഷൻ ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ആൻഡ് എൻ ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി എക്സ്റ്റേണൽ വോൾട്ടേജ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡോപ്പിംഗ്. അതിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തനുസരിച്ചിരിക്കും അതിലുണ്ടാകുന്ന പി ടൈപ്പും എൻ ടൈപ്പും. നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ട്രൈവാലൻറ്റും അതേപോലെ തന്നെ പെൻറ്റാവാലൻറ്റുമാണ് എന്ത് ചെയ്യുന്നത് ഇമ്പ്യൂരിറ്റീസായിട്ട് ആഡ് ചെയ്യുക. അതുപോലെ സെമി കണ്ടക്ടറിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 അത് എപ്പോഴും എന്ത് ചെയ്യും സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള 4 ഇലക്ട്രോൺസുകളായിട്ട് ഒരു ബോണ്ട് നിർമ്മിക്കും. നമ്മൾ ട്രൈവാലൻ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലുകളിൽ എന്താണ് 3 ഇലക്ട്രോൺസുകളാണ്. അപ്പോൾ 3 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ 4 ഇലക്ട്രോൺസ് തൊട്ടപ്പുറത്തുള്ള ട്രൈവാലൻ്റുള്ള 3 ഇലക്ട്രോൺസായിട്ട് എന്ത് ചെയ്യും ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കും. അവിടെ എന്തായിരിക്കും അവിടെ ഒരു ഇലക്ട്രോൺ മിസ്സിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഹോളിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ഇങ്ങനെ ഹോൾസ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ അതിന് എന്ത് പറയുന്നത് പി ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പെൻറ്റാവാലൻ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ പെൻറ്റാവാലൻ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലുകളിലെ ഇലക്ട്രോൺസുകളുടെ എണ്ണം 5 ആയിരിക്കും. ഇവിടെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 4. അപ്പോൾ ആ 4ഉം ഈ പെൻറ്റാവാലൻ്റിലെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകൾ 5 4 എന്ത് ചെയ്യും കോവാലൻ്റ് ബോണ്ട് നിർമ്മിക്കും. അവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ഒന്ന് ബാലൻസ് ആയിട്ട് വരും. അവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇത്തരത്തിലുണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ ഉണ്ടാവുമെങ്കിൽ അത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സ് എന്ത് പറയുന്നത് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പി ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും അതിലത്തെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആയിരിക്കും. എൻ ടൈപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും അതിലത്തെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ആയിരിക്കും. അപ്പോൾ ഫോർവേഡ് ബയാസിൽ പി ടൈപ്പ് അപ്പോൾ ഈ പി എൻ ജംഗ്ഷനിൽ എന്ത് ചെയ്യും നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് ടേമിൽ എന്ത് ചെയ്യും അതിലത്തെ പി ടൈപ്പ് ഏറ്റവും കണക്ട് ചെയ്യും. നെഗറ്റീവ് ബാറ്ററി അല്ലെങ്കിൽ സോഴ്സിൻ്റെ നെഗറ്റീവ് ടേമിൽ എന്ത് ചെയ്യും എൻ ടൈപ്പുമായിട്ട് എന്ത് ചെയ്യും കണക്ട് ചെയ്യും. ചിത്രം ശ്രദ്ധിക്കുക. ഫോർവേഡ് ബയാസ് അത് ഒരു സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് നീളം കൂടിയ ഭാഗത്തെ പോസിറ്റീവ് എന്നും നീളം കുറഞ്ഞ ഭാഗത്തെ നെഗറ്റീവ് എന്ന് പറയുന്നു. ആ പോസിറ്റീവ് നേരെ ഇവിടെ കണക്ട് ചെയ്യുന്നു പി ടൈപ്പ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പി ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ മെജോറിറ്റി പോസിറ്റീവ് ചാർജാണ്. അത് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതുപോലെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു എൻ ടൈപ്പിലേക്ക് എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് റിസൾട്ട് ഇൻ റിഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ബാരിയർ. എന്നാൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്താ? അങ്ങനെ പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആ ബോണ്ടിങ് ഉള്ള അവിടെയുള്ള ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യും ആ ബോണ്ടിങ് ഭാഗത്ത് റീജിയനിലുള്ള ഇലക്ട്രോൺസ് ഹോൾസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ലഭിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ നമ്മൾ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും പി ടൈപ്പ് എത്തുന്നു.
അവിടെ എന്താണ് പോസിറ്റീവ് ചാർജ് തന്നെയാണ് നമ്മൾ പോസിറ്റീവ് തന്നെ കണക്ട് ചെയ്തുള്ളത്. അങ്ങനെ പോസിറ്റീവും വരുമ്പോൾ അവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാവുക? റിപ്പൾഷൻ ആക്ഷൻ ആണ് ഉണ്ടാവുക, അതായത് വികർഷണം. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുകൾക്ക് എവിടേക്ക് പോകുന്നു? ആ ബൗണ്ടറി അടുത്തേക്ക്, ആ പി എൻ ജംഗ്ഷൻ്റെ ബൗണ്ടറി അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? നീങ്ങുന്നു. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഉള്ള എൻ ടൈപ്പ് അവിടെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവും സപ്ലൈ വരും, അവിടെ കണക്ഷൻ വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? വികർഷണം ലഭിക്കുന്നു. ഈ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നു? ബൗണ്ടറിയുടെ പി എൻ ജംഗ്ഷൻ്റെ ബൗണ്ടറി അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ബാരിയറിൻ്റെ വീതി എന്ത് ചെയ്യുന്നു? ആ ബാരിയർ എന്ത് ചെയ്യുന്നു? റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യും? റിഡ്യൂസിങ് ആണ് സംഭവിക്കുക. At some forward voltage 0.7 volt for silicon and 0.3 voltage for germanium. ഇപ്പോൾ സിലിക്കൺ ജർമ്മനി എന്ന് പറയുന്നത് സെമികണ്ടക്ടർ ആണ്. അവയുടെ ആ ബാരിയറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് സിലിക്കണിന് എത്ര? 0.7ഉം ജർമ്മേനിയത്തിന് 0.3 ആണ്. ദി പൊട്ടൻഷ്യൽ ബാരിയർ ആർ ആൾമോസ്റ്റ് എലിമിനേറ്റഡ് ആൻഡ് ദി കറണ്ട് സ്റ്റാർട്ട് ഫോളോ ദി സർക്യൂട്ട്. നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ ആ ബാരിയറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ആണ്, അല്ലെങ്കിൽ 0.3 ആയും. അത് ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ കൂടെ കറണ്ട് ഒഴുകുന്നു. ഫ്രം ദിസ് ഇൻസ്റ്റൻറ്റ് ദി കറണ്ട് ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ഫോർവേഡ് വോൾട്ടേജ്. ഹെൻസ് എ കർവ് ഒ ബി ഈസ് ഒബ്റ്റൈൻഡ് വിത്ത് ഫോർവേഡ് ബയാസ് ഷോൺ ദി ഫിഗർ എബോവ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കാം. ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കുന്നത് വലതുവശത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ ഫോർവേഡ് ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൽ ഒ മുതൽ എ വരെ പറയുന്നതാണ് അവിടുത്തെ എന്ത് ചെയ്യുന്നത്? ബാരിയർ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജർമ്മേനിയം സിലിക്കത്തിനൊക്കെ അവിടെ ഒരു ബാരിയർ സൃഷ്ടിക്കപ്പെടും. പി എൻ ജംഗ്ഷനിൽ നോർമലി ഒരു ബാരിയർ സൃഷ്ടിക്കപ്പെടും, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സൃഷ്ടിക്കപ്പെടും. അതിൻ്റെ ഓരോ ഇപ്പോൾ സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടേജ് ആയിരിക്കും, ജർമ്മേനിയത്തിയാണെങ്കിൽ 0.3 വോൾട്ടേജ് ആയിരിക്കും. അങ്ങനെ ഒരു വ്യത്യസ്തമായിരിക്കും. അത്രയുള്ള ബാരിയർ വോൾട്ടേജിനാണ് ഒ എ ആയിട്ട് എന്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എന്തിനാണ് ഉപയോഗിക്കുക? ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലെ ഓവർകം ചെയ്യാനാണ് എന്ത് ചെയ്യുക? ആ വോൾട്ടേജ് ഉപയോഗിക്കുക. അത് തന്നെ അതിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും? കുറവായിരിക്കും അതിലൂടെ ഒഴുകുക. ആ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വോൾട്ടേജ്, അതായത് 0.7 എന്ന വോൾട്ടേജ് അല്ലെങ്കിൽ 0.3 എന്ന വോൾട്ടേജ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യും? പിന്നെ കറണ്ട് എന്ത് ചെയ്യും? സുഗമമായിട്ട് പാസ് ചെയ്യും. അതാണ് എ ബി എന്ന് കാണിച്ചുള്ളത്. അപ്പോൾ ഒ മുതൽ എ വരെയുള്ളത് എന്തായിരിക്കും? വളരെ ലോ ആയിട്ടായിരിക്കും അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക. ഗ്രാഫ് ശ്രദ്ധിച്ചറിയാം, മെല്ലെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ആവുന്നത്. അങ്ങനെ എയിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 0.7 അല്ലെങ്കിൽ 0.3 എന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആ സെമി കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഓവർകം ചെയ്യുന്നു. അങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? കറണ്ട് സുഖമായിട്ട് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. പിന്നെ എന്താണ്? എ മുതൽ ബി വരെ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുന്നത്. From the forward characteristics, it can be noted that at first region OA, the current increases very slowly and curve is non-linear. നേരത്തെ പറഞ്ഞ പോലെ OA മുതൽ എന്ത് ചെയ്യുന്നു? കറണ്ട് വളരെ കുറവായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ അത് ലീനിയർ അല്ല, കാരണം വോൾട്ടേജ് കൂടുന്നതനുസരിച്ചല്ല അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ബാരിയർ വോൾട്ടേജ് ഉള്ള കാരണം തന്നെ അതിനെ ഓവർകം ചെയ്താൽ മാത്രമേ കറണ്ട് സുഖമായിട്ട് പാസ് ചെയ്യുള്ളൂ. It is because in this region the external voltage applied to PN junction is used to overcoming the potential barrier. അപ്പോൾ ആ ഡിവൈസിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വോൾട്ടേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് അവിടെ ഉപയോഗിക്കുന്നത്. However, once the external voltage exceeds the potential barrier voltage, the potential barrier is eliminated and the PN junction behaves as an ordinary conductor. Hence the curve AB rises very sharply with the increase in external voltage and the curve is almost linear. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ വോൾട്ടേജ് ആ ബാരിയർ വോൾട്ടേജിൻ്റെ എന്ത് ചെയ്യുന്നു? ഓവർകം ചെയ്യുന്നു. അതിനെക്കാട്ടി കൂടുതലായിട്ട് വോൾട്ടേജ് അവിടെ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഇത് സാധാരണ കണ്ടക്ടറായിട്ട് ഈ ഡയോഡ് ആക്ട് ചെയ്യുകയും തുടർന്ന് എന്ത് ചെയ്യുന്നു? കറണ്ട് സുഖമായിട്ട് പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് റിവേഴ്സ് ബയാസ്. In the reverse bias condition, the p-type of the PN junction is connected to the negative terminal and n-type is connected to the positive terminal of the external voltage. എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ചെയ്യുന്നു ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പോസിറ്റീവ് നേരെ പി ടൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇവിടെ പോസിറ്റീവ് എടുത്ത് കണക്ട് ചെയ്യുന്നു, എൻ ടൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് എന്ത് ചെയ്യുന്നു? പി ടൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ
പോസിറ്റീവ് ടെർമിനൽ എൻ ടൈപ്പ്, അവിടെ നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്, അവിടേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നു, നേരെ ഈ പോസിറ്റീവ് ടെർമിനൽ ഭാഗത്തേക്ക് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അതിൻ്റെ ഡയറക്ഷൻ നോക്കുക, ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻസ് നോക്കുക. അതേപോലെ തന്നെ പി ടൈപ്പുള്ള പോസിറ്റീവ് ചാർജൊക്കെ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ചാർജൊക്കെ ഇടത്തോട്ടും അതുപോലെ നെഗറ്റീവ് ചാർജൊക്കെ വലത്തോട്ടും എന്ത് ചെയ്യുന്നു, നീങ്ങുന്ന കാരണം അവിടെ ഉണ്ടാകുന്ന ഡിപ്ലീഷൻ ലെയറിൻ്റെ വീതി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. ആ ചിത്രം നോക്കുക, ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ബയാസിൻ്റെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വീതിയാണ്. പക്ഷേ റിവേഴ്സ് എത്തുമ്പോൾ ആ ഡിപ്ലീഷൻ ലെയറിൻ്റെ വീതി ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന് കാരണം എന്താ, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസൊക്കെ ഒരു വശത്തേക്കും പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരു വശത്തേക്ക് എന്ത് ചെയ്യുന്നു, നീങ്ങുന്ന കാരണം അവിടെ സെൻട്രലിലെ പി എൻ ജംഗ്ഷൻ്റെ വീതി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ആവുന്നു. ദി റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ബാരിയർ അറ്റ് ദി ജംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. Hence, the junction resistance becomes very high and as a result, practically no current flows through the current. അതുപോലെ ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ ലെങ്ത്ത് കൂടിയ കാരണം അവിടെയുള്ള ബാരിയർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇൻക്രീസ് ആയിരിക്കും. അത് കാരണം പ്രാക്ടിക്കലി എന്തില്ല, അതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നില്ല. However, a very small current of the order of mu ampere flows through the circuit in practice. This is known as reverse saturation current and it is due to minority carriers in the junction. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോസിറ്റീവ് ചാർജൊക്കെ എന്താണ് ഇടത്തോട്ട് നീങ്ങിയാലും അവിടെ ഇലക്ട്രോൺസിൻ്റെ ചെറിയ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതേപോലെ മറ്റു സൈഡിലും ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ചെറുതായിട്ടുണ്ടാവും. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ജംഗ്ഷൻ രൂപപ്പെടുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. എ വെരി സ്മാൾ കറണ്ട് ഇൻ ഓർഡർ ടു mu ampere. As we already know, there are few free electrons in p-type material and few holes in the n-type material. These free electrons p-type and holes in n-type are called minority carriers. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടുള്ള ഒരു ഇപ്പോൾ പി ടൈപ്പിലാണെങ്കിൽ ഹോൾസ് ആവും, പക്ഷേ അവിടെ ചെറിയ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസുകളാണ് കൂടുതൽ, എന്നാലും അവിടെ എന്തായാലും ചെറുതായിട്ട് പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഇവരായിട്ട് എന്ത് ചെയ്യും, ചെറുതായിട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യും. The reverse bias applied to the PN junction acts as a forward bias to the minority carriers and hence small current flows the reverse direction. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കറണ്ട് അവിടെ പാസ് ചെയ്യുന്നുണ്ടാവും. If the applied reverse voltage is increased continuously, the kinetic energy of the minority carriers may become high enough to knock out electrons from the semiconductor atom. അങ്ങനെ നമ്മൾ എന്ത് ഈ റിവേഴ്സ് ബയസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ ഈ മൈനോറിറ്റി കണ്ടക്ടേഴ്സിന് ഒരു ടൈമിൽ എന്ത് ചെയ്യും, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. At this stage, breakdown of the junction may occur. This is characterized by a sudden increase of reverse current and a sudden fall in resistance of barrier region. This may destroy the junction permanently. അങ്ങനെ ഈ മൈനോറിറ്റി കാരിയേഴ്സിന് ഒരു ഘട്ടത്തിൽ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഈ ഡിപ്ലീഷൻ ലെയറിനെ അല്ലെങ്കിൽ അവിടെയുള്ള ബാരിയർ പൊട്ടൻഷ്യനെ ഓവർകം ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് കിട്ടുകയും ചെയ്യും. ആ സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ഹൈ കറണ്ട് പാസ് ചെയ്യുകയും ഈ ഡയോഡിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് റിവേഴ്സ് ബയാസും പറയുന്നത്.